അത്യപൂർവമായിട്ട് ധന്യമേ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ 99% പേരും അത് കേൾക്കും, ലൈക്ക് ചെയ്യും. അങ്ങനെ ഇരിക്കെ ഏതോ ഒരു ഫ്രണ്ട് ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ഒരാള് കമന്റ് എഴുതിയിരിക്കുന്നു. ആ പറഞ്ഞത് ശരിയല്ല എന്നും പറഞ്ഞു. പലതവണ ധന്യമേ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറയണത് 100% ശരിയല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ജീവിതത്തിന് ഒരു ആംഗിൾ കാണുകയാണ്, അതാ ശരി എന്നാര് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ ആംഗിൾ കാണും. ആഹാരം കഴിക്കണ്ട എന്ന് പറയും ഒരു ദിവസം, പിറ്റേ ദിവസം പറയും ആഹാരം നല്ലപോലെ കഴിക്കണം. അങ്ങനെ നോക്കരുത്. ഇതിനു മുമ്പ് ഒരു ടാക്ക് പറഞ്ഞതിന്റെ നേരെ എതിർകാരിയപ്പോ പറഞ്ഞു. റഷ്യൻ ഭാഷയിൽ ചെക്കോവിന്റെ ഒരു കഥയുണ്ട്. പന്തയം എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. അപ്പോഴാണല്ലോ കഥയാവുന്നത്. നമുക്കതിന് എന്താ പഠിക്കാനുള്ളത് നോക്കണം. നമുക്കൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ ഇല്ലെങ്കിൽ ആ കഥ വായിക്കേണ്ട കാര്യമേ ഇല്ല. കുൽസിതമായ രചനകൾ എന്നാണ് അതിനെ എം കൃഷ്ണനാരി സാറ്, എൻ്റെ ഗുരുനാഥനാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുൽസിത രചനകൾ വായിച്ചിട്ട് നമുക്കൊരു കാര്യവും ഇല്ല. ഉള്ളത് തുറന്നെഴുതും. അക്കാലത്ത് മലയാള രാജ്യം, മലയാള നാട് ആഴ്ചപ്പോയപ്പോൾ ഞാൻ എഴുതിയൊരു കഥയെപ്പറ്റി കുൽസിത രചന എന്ന് അദ്ദേഹം തന്നെ എഴുതി. അതിന്റെ തലേ ദിവസം പറഞ്ഞിട്ടുണ്ട്, പി ആർ നായനെ കുറിച്ച് ഞാൻ കമന്റ് എഴുതിയിട്ടുണ്ട്, കുറച്ച് കൽപ്പോടുകൂടി വായിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് ഗുണം കിട്ടി. ആർക്കും പ്രയോജനമില്ലാത്ത ഒരു കാര്യം നമ്മളൊരു കഥയിൽ നിന്ന് വായിച്ചിട്ട് എന്താ കാര്യം? പന്തയം എന്ന കഥയിൽ കോടാനകോടി സമ്പത്തുള്ള ഒരു കോടീശ്വരൻ പ്രഖ്യാപിച്ചു, ഞാൻ ഈ സമ്പത്ത് മുഴുവൻ ഒരാൾക്ക് കൊടുക്കും. ആ ആൾക്ക് 12 കൊല്ലാണ് പന്തയം. 12 കൊല്ലത്തിനൊരു കണക്കുണ്ട്. നമ്മുടെ സെല്ലുകൾ മുഴുവൻ മാറി മാറി വരുന്നത് 12 കൊല്ലം കഴിയുമ്പോൾ മുഴുവൻ സെല്ലുകളും മാറും. 12 കൊല്ലം മുമ്പത്തെ വ്യക്തിയല്ല ഇപ്പോഴത്തെ വ്യക്തി. മുഴുവൻ സെല്ലും, ഹാർട്ടിന്റെയും എല്ലിന്റെയും മുഴുവൻ മാറും. 12 വർഷം മുമ്പ് എൻ്റെ ടാക്ക് കേട്ടവര് ഇപ്പൊ കേട്ട ആ വ്യക്തിയല്ല, ഇതൊക്കെ മാറും. ഒരു മുറിയിൽ തനിച്ചിരിക്കണം. ഒരു മുറിയിൽ തനിയെ ഇരിക്കണം, ആരോട് സംസാരിക്കരുത്. കഥ എഴുതിയ കാലത്ത് മൊബൈൽ ഫോണൊന്നുമില്ല. ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കാം. TV ഇല്ല. 4 വർഷം ചുമര് മാത്രം. ആരോട് സംസാരിക്കരുത്, ആരായിട്ട് ഗ്യാപ്പ് ഉണ്ടാവരുത്. ആഹാരം മുറിയിൽ കൊടുന്ന് വെക്കും, ആ ആളെയും കാണാൻ പറ്റില്ല. അപ്പൊ ഒരാള് മത്സരത്തിന് വന്ന ആള് പറഞ്ഞു, എനിക്ക് അതിൽ വിഷമമില്ല, ഞാൻ എന്താപ്പാ ആ സമയത്ത് ചെയ്യേണ്ടത്? അപ്പൊ ഈ ധനികൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഒരു വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും വേണ്ടില്ല. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഈ മത്സരിക്കാൻ വന്ന ആൾക്ക് ഇല്ല. അയാൾ പറഞ്ഞു, എനിക്ക് ഈ കുട്ടികളുടെ മാസിക, കാർട്ടൂണൊക്കെ ഉള്ളത് എനിക്ക് വായിക്കാൻ കൊണ്ടു തരുമോ? ഇപ്പോഴത്തെ മലയാളത്തില് അങ്ങനെ ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട്. മയിൽപീലി, തത്തമ്മ, ഇങ്ങനെ പലതൊക്കെ വരുന്നുണ്ട്. പണ്ട് പൂമ്പാറ്റ എന്നുള്ളൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അത് വായിക്കാനും ഇയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും
അതിലത്തെ കാർട്ടൂണുകളിലൂടെ കഥ പറയുന്നത് ഇയാൾ നോക്കിക്കൊണ്ടിരുന്നു. വർഷം 1 കഴിഞ്ഞു. അത്യാവശ്യം ബാലരചനകളാവാം മാറ്റി ബാലസാഹിത്യം വായിച്ചു തുടങ്ങി. അപ്പോഴേക്ക് ഇയാൾക്ക് കുറച്ച് അറിവ് വർദ്ധിച്ചു. പിന്നീട് അയാള് ആവശ്യപ്പെട്ടു, എനിക്ക് പുസ്തകങ്ങൾ തരണം. പുസ്തകങ്ങൾ തുടങ്ങി. ചെറുകഥ, നോവല്, ഇതൊക്കെ തുടങ്ങി. എനിക്ക് തന്നെ എൻ്റെ ബാല്യത്തിൽ ഒന്നും വായിക്കാൻ കിട്ടാത്ത കാലത്ത് ചിത്രകഥയും ഒക്കെ വായിക്കുകയും അത്യാവശ്യം അവിടെ വരുന്ന ചില പ്രസിദ്ധീകരണങ്ങളും ഈ തണ്ണീണ്ട കഥകളൊക്കെ വായന തുടങ്ങി. ക്രമേണ അത് പോരാ, ഇതിലും ഗൗരവമുള്ളത് വേണമെന്ന് തോന്നി. ഇയാൾ നല്ല പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. 8 കൊല്ലം കഴിഞ്ഞു, 9 കൊല്ലം കഴിഞ്ഞു. ഇയാളുടെ മാനസികാവസ്ഥ എന്താ വെച്ചാൽ, ഇങ്ങനെ പുസ്തകം കിട്ടിയെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞാലും ഇവിടുന്ന് പോകണമെന്നില്ല. ഇങ്ങനെ പുസ്തകം കിട്ടുമെങ്കിൽ എന്തിനാ പോണ്? വായനയിൽ താല്പര്യമുള്ളവർക്ക് വായിച്ചാൽ മതിയാവില്ല. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലയിടത്തിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ശില്പങ്ങൾ വരും സമ്മാനം. ആ ശില്പത്തിന്റെ പൊതി തുറന്ന് ശില്പമായിരിക്കും, എല്ലാ ശില്പം ഒരേമാതിരി ഇരിക്കും. അപൂർവം ചിലയിടത്തിൽ, വളരെ അപൂർവം, ഏറിക്കവിഞ്ഞ 5 സ്ഥലത്തേ ഉണ്ടായിട്ടുള്ളൂ, സമ്മാനം തരുന്ന ഒരു പുസ്തകമായിരിക്കും. അതിന് നല്ല കളറുള്ള ഒരു പുറംചട്ടി ഉണ്ടാവും. ആ പുസ്തകം കയ്യിൽ കിട്ടിയാലുള്ള ഒരു അസ്വസ്ഥ എന്താ വെച്ചാൽ, കിട്ടിയ സമ്മാനം നല്ല കവറ് ആൾക്കൂട്ടം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൊളിക്കാൻ പറ്റുമോ? ചീത്തപ്പേരത്. അയാൾക്ക് കിട്ടിയ സമ്മാനം അവിടെ തന്നെ തുറന്നു വന്നു. ക്ഷമയില്ല. ഞാൻ അവിടെ ഇരിക്കും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞതിനു ഇത് പൊളിക്കും. ഏത് പുസ്തകമാണ് കണ്ടാലേ സമാധാനമുള്ളൂ. പുസ്തകത്തോട് താല്പര്യമുള്ളവരുണ്ട്, കണ്ട ഉടനെ. താല്പര്യമുള്ളവരെ നമുക്ക് കണ്ടാറിയാം. അവർ മേശപ്പുറത്ത് ഒരു പുസ്തകം കണ്ടാൽ അവരെടുക്കും, എടുത്ത് നോക്കും. പുറംചട്ട കാണാതെ ഒരു പുസ്തകം അവിടെ ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് അതിലേറെ അസ്വസ്ഥത വേറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിപ്പിനൊക്കെ എണീറ്റ് വാഷ് ബേസിന്റെ അവിടേക്കകത്ത് കൊണ്ട് നടന്ന ആ പുസ്തകം ഏതാവും നോക്കും. ഇയാളിത് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല വായനക്കാരനായി. വായനാശീലം ആവശ്യമില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതേണ്ടി വന്നു. ഗുരുവിനോട് ചോദിച്ചു. ഗുരു പറഞ്ഞു, ധാരാളം വായിക്കുക, അതിനും വേണം പുസ്തകം. വായനാശീലം വേണ്ട എന്നുള്ളതിനെ കുറിച്ച് പ്രബന്ധം രചിക്കണമെങ്കിലും വായിക്കണം. അങ്ങനെ നല്ല വായനക്കാരനാകുമ്പോൾ മനസ്സിന് വളരെ സമാധാനം വന്നു. 12 കൊല്ലം കഴിഞ്ഞൊന്നും ഇയാൾ അറിഞ്ഞില്ല. ആ കോടീശ്വരൻ വന്നു. നിങ്ങളാണ് മനുഷ്യരുമായിട്ട് വർത്തമാനം പറയാതെ ഇത്ര കൊല്ലം കഴിഞ്ഞ വ്യക്തി, നിങ്ങളെ ആദരിക്കുന്നു, എൻ്റെ മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരും. അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. ഒരു ചിത്രകഥയിൽ തുടങ്ങിയിട്ട് ഇത്രയേറെ ഈ വായിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമ്മൾ അറിയാണല്ലോ. എങ്ങനെയാണ് ഓരോരുത്തർ ചിന്തിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ച്? ഒരു 3 വയസ്സായ ഒരു കുട്ടി വരെ ഒരു സാധനം എഴുതി കൊണ്ടു തന്നാൽ അത് വായിച്ചില്ലെങ്കിൽ സമാധാനമില്ല. ആ കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു അറിയുന്നതാണ്. എനിക്ക് കിട്ടേണ്ട രാജ്യം കിട്ടിക്കഴിഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്മാനം വേണ്ട, ഒന്നും വേണ്ട, എനിക്കും എൻ്റെ പുസ്തകങ്ങളും മതി. ഒറ്റപ്രാപ്തി എന്ന് പറയും.
ഒറ്റപ്രാപ്തി കിട്ടണമെങ്കിൽ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ല ഇപ്പം എന്തുണ്ട് അറിയോ? നമ്മുടെ കുറ്റല്ല. ആ വായിക്കണ പുസ്തകം പലതും 10 പേജ് കൂടുതൽ നീങ്ങാത്ത പുസ്തകമായിരിക്കും. അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ കൊണ്ടുവരും. അവാർഡുകൾ എങ്ങനെയാ കിട്ടണമെന്നുള്ളത് നമ്മൾ വിസ്തരിക്കുന്നില്ല. അനവധി അവാർഡ് ഞാനും വാങ്ങി ജഡ്ജസ് ആയിട്ട് ഇരുന്നുണ്ട്. 10 പേജ് മുന്നോട്ട് പോവില്ല. ഞാൻ ഈ വായിക്കില്ല എന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് വായിക്കും. 10 പേജിൽ കൂടുതൽ വായിക്കാൻ താല്പര്യം തോന്നിപ്പിക്കുന്നത് മാത്രം തിരഞ്ഞെടുത്ത് വായിക്കൂ. വായന നിർത്തണ്ട. ക്രമേണ നമുക്ക് എന്തുണ്ട്, ആ വായനാശീലം ഉണ്ടാക്കുന്ന ഒരു സന്തോഷം. ബ്രെയിൻ ഒരു കൃഷിസ്ഥലമാണ്. അവിടെ പുതിയ പുതിയ പൂക്കള് വിടർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം കായ്ഫലങ്ങൾ തരുന്നു. ക്ലാസിക്കുകൾ വായിച്ച് ശീലിച്ചവർക്ക് ഒന്നും വേണ്ട, ബസ്സിൽ ഇരുന്നാൽ ബോറടിക്കൊന്നുമില്ല. ചില കഥാപാത്രങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്തു നമ്മളെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയൊരു സ്വർഗരാജ്യം കിട്ടും. ഇന്ന് ദിവസം ധന്യമേ ജീവിതത്തിൽ വായനാശീലത്തിന്റെ ഗുണവശം എന്ന വിഷയമാണ് പറഞ്ഞത്. കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരം, നന്ദി.